നേപ്പാളിൽ രാജവാഴ്ച തിരിച്ചുപിടിക്കുന്നതിനു വേണ്ടിയുള്ള പ്രതിഷേധങ്ങൾ വീണ്ടും കരുത്താർജിക്കുകയാണ്. രാജവാഴ്ച പുനഃസ്ഥാപിക്കുക എന്ന ആവശ്യവുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങൾ കാഠ്മണ്ഡുവിൽ ഒത്തുചേർന്നതോടെ പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി. രാജ്യത്തെ രക്ഷിക്കാൻ രാജാവ് വരട്ടെ, അഴിമതി സർക്കാർ തുലയട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി കോട്ടേശ്വറിന് സമീപമുള്ള ടെങ്കുനയിൽ ഒത്തുകൂടിയ ജനക്കൂട്ടം നേപ്പാളിന്റെ ഹിന്ദു രാഷ്ട്ര പദവി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായാണ് തെരുവിലിറങ്ങിയത്. മുൻ രാജാവ് യാനേന്ദ്ര ഷായുടെ ചിത്രങ്ങളും നേപ്പാളിന്റെ ദേശീയ പതാകയെ കയ്യിൽ പിടിച്ച ജനങ്ങൾ പ്രതിഷേധം ശക്തമാക്കുമ്പോൾ പോലീസ് ബാരിക്കേഡുകൾ തീർത്ത് നിരോധിത മേഖലകളിലേക്ക് റാലി നീങ്ങുന്നത് തടയാൻ ശ്രമിച്ചു. എന്നാൽ പ്രതീക്ഷിച്ചതിനപ്പുറം സംഭവങ്ങൾ എത്തിയപ്പോൾ പ്രതിഷേധം അക്രമാസക്തമായി. വിവാദ ബിസിനസ്സുകാരൻ ദുർഗാപ്രസാദ് തന്റെ SUV-യുമായി ബാരിക്കേഡുകൾ തകർത്തു കടന്നതോടെയാണ് കാര്യങ്ങൾ നിയന്ത്രണം വിട്ടത്. ആയിരക്കണക്കിന് ആളുകൾ പോലീസിന്റെ നിയന്ത്രണങ്ങൾ മറികടന്ന് മുന്നേറിയപ്പോൾ സുരക്ഷാസേന അവരെ പ്രതിരോധിക്കാൻ ശക്തമായ ശ്രമങ്ങൾ തന്നെ നടത്തി. ഉന്തും തള്ളുമായതോടെ പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. വാഹനങ്ങൾ ആക്രമിക്കപ്പെടുകയും കെട്ടിടങ്ങൾ അടിച്ചു തകർക്കപ്പെടുകയും ചെയ്തു. കച്ചവട സ്ഥാപനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടതോടെ കാഠ്മണ്ഡുവിന്റെ തെരുവുകൾ അക്രമത്തിന് സാക്ഷിയാവുകയായിരുന്നു. പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിച്ചെങ്കിലും പ്രതിഷേധം നിയന്ത്രണാതീതമാവുകയും അക്രമ സംഭവങ്ങൾ വ്യാപകമാവുകയും ചെയ്തു. നൂറുകണക്കിന് ആളുകൾക്ക് മർദ്ദനമേൽക്കുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. 2 പേരുടെ മരണത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. രാജവാഴ്ച തിരിച്ചുപിടിക്കണമെന്ന ആവശ്യമുയർത്തി വിവിധ സംഘടനകളാണ് പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധക്കാർ നഗരത്തിലെ പ്രധാന മാർഗങ്ങൾ ഉപരോധിച്ച സാഹചര്യത്തിൽ പ്രതിഷേധിച്ച സംഘടനകളുടെ നേതാക്കളെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്ന് കടകളും വീടുകളും തീയിടുകയും വാഹനങ്ങൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു. 51 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. 2006-ലാണ് നേപ്പാളിൽ രാജാധികാരത്തിന് അവസാനം കുറിച്ചത്. മാവോയിസ്റ്റുകളുടെ ശക്തമായ സമര പരമ്പരകൾക്കൊടുവിലാണ് രാജാവിനെ അധികാരത്തിൽ നിന്ന് നീക്കിയത്. ഹിന്ദുരാജ്യമെന്ന പദവി നഷ്ടമായതോടെ നേപ്പാൾ ഒരു സെക്യുലർ റിപ്പബ്ലിക്കായി മാറി. എന്നാൽ ഇന്നത്തെ സമരങ്ങൾ രാജവാഴ്ച അവസാനിപ്പിച്ച് 19 വർഷം പിന്നിടുമ്പോഴും ജനാധിപത്യത്തിന്റെ വ്യവസ്ഥിതിയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് തെളിവാണ്. പൊക്കാറ സന്ദർശനം കഴിഞ്ഞ് തിരികെ എത്തിയ മുൻ രാജാവ് യാനേത്രയെ കാഠ്മണ്ഡുവിൽ ആയിരങ്ങൾ കൈകൂപ്പി വരവേറ്റത് ഏറെ ശ്രദ്ധേയമായിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് നിർമ്മൽ നിവാസിലേക്കുള്ള 6 കിലോമീറ്റർ ദൂരത്തിനിടയിലും പതാകകളുമായും പൂക്കളുമായും ആയിരങ്ങൾ അണിനിരന്നതോടെ രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്കയും വളർന്നു. മുൻ രാജാവിനെ പിന്തുണയ്ക്കുന്നവർ ശക്തരായി വളരുന്നതിൽ ഭരണകക്ഷികൾ ആശങ്കയിലായിരിക്കുകയാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ യാനേന്ദ്ര ഷാ നേപ്പാളിന്റെ പ്രധാന നഗരങ്ങളിൽ സന്ദർശനം നടത്തിയപ്പോൾ ലഭിച്ച വരവേൽപ്പുകൾ ജനാധിപത്യത്തിനോടുള്ള ജനരോഷത്തിന്റെ അടയാളങ്ങളാണ്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി KP ശർമ്മ ഒലി യാനേന്ദ്രയെ വെല്ലുവിളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. ജനാധിപത്യം ഒരു ഹൈവേ പോലെയാണ്, അതിന് റിവേഴ്സ് ഗിയർ ഇല്ലെന്നും ഇടയ്ക്കിടെ വളവുകൾ മാത്രമേ ഉണ്ടാകൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജവാഴ്ചയ്ക്ക് അനുകൂലമായി നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ പ്രസിഡന്റിനു പകരം രാജാവിനെ അധികാരത്തിലേറ്റണമെന്ന ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാജവാഴ്ചയ്ക്ക് പിന്തുണയുമായി റാലികളും പ്രചാരണങ്ങളും ശക്തിപ്പെടുന്നു. നേപ്പാളിന്റെ അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യം പൊതുജനങ്ങളിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. 17 വർഷത്തിനുള്ളിൽ 13 സർക്കാരുകൾ മാറ്റിക്കൊണ്ടുപോയ അസ്ഥിരത ജനങ്ങൾ ജനാധിപത്യ ഭരണത്തെ അസന്തുഷ്ടരാണെന്നതിന്റെ തെളിവാണ്. നിലവിലെ ഭരണകൂടങ്ങൾ പ്രതീക്ഷിച്ച മാറ്റങ്ങൾ കൊണ്ടുവരാത്ത സാഹചര്യത്തിൽ രാജവാഴ്ച വീണ്ടും ആവശ്യമാകുമെന്ന് കരുതുന്നവരാണ് പ്രതിഷേധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നേപ്പാളിലെ രാജവാഴ്ച അവസാനിപ്പിച്ച് 2008-ൽ ജനാധിപത്യത്തിന് തുടക്കം കുറിച്ചെങ്കിലും രാജ്യത്ത് നിലവിലുള്ള തൊഴിൽ പ്രതിസന്ധിയും വികസന മുരടിപ്പും രാജവാഴ്ചയുടെ തിരിച്ചുവരവിന് വാതിലുകൾ തുറക്കുന്നതാണ്. ഭരണകൂടങ്ങളുടെ അഴിമതിയും ജനങ്ങളുടെ പ്രതീക്ഷകളുടെ തകർച്ചയും രാജ്യത്തെ വീണ്ടും ഒരു മാറ്റത്തിന് സജ്ജമാക്കുകയാണ്. നേപ്പാളിൽ ചരിത്രപരമായ അസ്ഥിരത നിലനിന്നിട്ടുള്ളതിൽ രാജവാഴ്ചയുടെ കാലവും ജനാധിപത്യ ഭരണവും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. 1950-ൽ ആരംഭിച്ച രാജഭരണം 1990-കളിൽ ജനാധിപത്യ അനുകൂല കലാപങ്ങൾക്കൊടുവിൽ നിയന്ത്രിത അധികാരത്തിലേക്ക് വന്നിരുന്നു. എന്നാൽ 2001-ൽ രാജകുടുംബത്തിൽ കൂട്ടക്കൊല സംഭവിച്ചതോടെ നേപ്പാളിന്റെ ഭാവിയെ സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വം നിലവിൽ വന്നു. ഈ സംഭവത്തിനു ശേഷമാണ് രാജാവായ യാനേന്ദ്ര അധികാരത്തിലെത്തിയതെങ്കിലും 2006-ൽ രാജഭരണത്തിന് അവസാനം കുറിച്ചു. 2008 സെക്യുലർ റിപ്പബ്ലിക്കായി മാറിയ നേപ്പാൾ ഇപ്പോൾ വീണ്ടും അതേ ചോദ്യവുമായി മുന്നോട്ടു പോവുകയാണ്. ജനാധിപത്യ സർക്കാരുകളുടെ പരാജയം,
തൊഴിലില്ലായ്മ, അഴിമതി എന്നീ കാരണങ്ങളാൽ ജനങ്ങൾ ഇന്ന് രാജവാഴ്ചയെ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. നേപ്പാളിൽ വീണ്ടും രാജവാഴ്ച മടങ്ങിയെത്തുമോ അതോ ജനാധിപത്യം നിലനിൽക്കുമോ എന്ന ചോദ്യം നേപ്പാളിന്റെ ഭാവിയെ തുലാസിൽ നിർത്തുന്നതാണ്. സമകാലിക രാഷ്ട്രീയ പ്രതിസന്ധി രാജവാഴ്ചയുടെ ആവശ്യം ശക്തിപ്പെടുത്തുമ്പോൾ മുന്നോട്ട് എങ്ങനെ പോകുമെന്നത് നേപ്പാളിന്റെ ഭാവി നിശ്ചയിക്കും.